ഈ പുസ്തകം എഴുതാൻ കാരണം സത്യത്തിൽ പറഞ്ഞാൽ നിസാറാണ്. പി ടി നിസാർ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ. അദ്ദേഹം പീപ്പിൾസ് റിവ്യൂ പത്രം ഇറക്കുന്നുണ്ട്, മാസിക ഇറക്കുന്നുണ്ട്, ഓൺലൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പത്രത്തിൽ എഴുതാനായിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയാൽ ജോർജ് സാറേ കൊടുക്കാം. അങ്ങനെ ഞാൻ ആദ്യം തുടങ്ങിയതാണ്. തുടങ്ങി അതിങ്ങനെ കുറേ കാലമായിട്ട് അങ്ങനെ എഴുതി അങ്ങനെ നിസാറിൻ്റെ നിർബന്ധം കൊണ്ടാണ് അത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായത് തന്നെ. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഓർമ്മകൾ ഇങ്ങനെ ഒരുപാട് മേലേക്ക് വരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് പത്രപ്രവർത്തനമുണ്ട്, എൻ്റെ ജീവിതമുണ്ട്, എൻ്റെ കുട്ടിക്കാലമുണ്ട്, എന്നെ ഞാനാക്കിയ എൻ്റെ സാഹചര്യവും, എൻ്റെ മാതാപിതാക്കളും അധ്യാപകരും, അങ്ങനെ പല ആൾക്കാരെൻ്റെ മനസ്സിൽ വന്നു. കുറച്ച് സെലക്ട് ചെയ്ത് യാത്രകളും എല്ലാം ചേർത്ത് ഒരു ഓർമ്മകളിലെ ചില സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ടുള്ള ഒരു പുസ്തകമാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് വരുമ്പോൾ സമയത്ത് എനിക്ക് തോന്നി, ജീവിതം എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പരുവപ്പെടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പം ഞാൻ പത്രപ്രവർത്തനം തുടങ്ങിയിട്ട് 49 വർഷമായി. 1977 തുടങ്ങി. അടുത്ത വർഷം 50 വർഷമാകും. ഞാൻ തന്നെ ഓർത്ത് ഞെട്ടിപ്പോയി, 50 വർഷമായല്ലോ ഈ പണി തുടങ്ങിയിട്ടത്. ഒരു അധ്യാപകനാകാൻ പരിശീലനം നേടി കുറച്ചു കാലം അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയും ചെയ്തതിന് ശേഷം അനുഭവങ്ങൾ, യാത്രകൾ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പണ്ട് സാഹിത്യം വായിച്ചു തുടങ്ങിയ എസ് കെ പൊറ്റക്കാരനൊക്കെ വായിച്ച കാലത്ത് യാത്ര ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ മനോരമ പത്രം അന്ന് കോഴിക്കോട്, അതിനു മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ ഒരു മലയോര പ്രദേശത്ത് പത്രം പിറ്റേ ദിവസം വന്നുകൊണ്ടിരുന്നത്, കോട്ടയത്തെ പത്രം. കോഴിക്കോട് യൂണിറ്റ് വന്ന് പെട്ടെന്ന് മലയോരത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മലയോര വാർത്തകൾ വരുന്നു, ടി നാരായണൻ്റെ ഫോട്ടോകൾ വരുന്നു, പി ദാമോദരൻ, മാത്യു മണിമല, അങ്ങനെയുള്ള ബി കെ ഭാർഗവൻ തുടങ്ങിയ ചിത്രങ്ങൾ വരുന്നു, നക്സലൈറ്റ് ആക്രമണത്തിൽ. അപ്പം ഇതൊരു വലിയൊരു മേഖലയാണെന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ കയറിക്കൂടി. കാരണം യാത്ര ചെയ്യാനും അനുഭവങ്ങൾ തേടാനും വലിയൊരു അവസരം. അങ്ങനെ പത്രത്തിലേക്ക് ഞാൻ ആകൃഷ്ടനായെന്ന് തോന്നുന്നു. അതുകൊണ്ട് ക്രമേണ ഞാൻ ഈ പത്രത്തിലേക്ക് വന്ന് വീഴുകയാണ് ചെയ്തത്. എൻ്റെ ഒരു അധ്യാപക ജോലി വേണ്ടാന്ന് വെച്ച് ഞാനിങ്ങനെ വരികയാണ്. അത് പിന്നെ എനിക്ക് കുറച്ചു കാലം അധ്യാപകൻ്റെ പോലുള്ള ബാലൻസിക്കത്തിൻ്റെ ചുമതല കിട്ടി. അതുപോലെ യാത്ര ചെയ്യാൻ അവസരം കിട്ടി, പുറം രാജ്യങ്ങളിലേക്ക് പോകാൻ അവസരം കിട്ടി. അപ്പം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ എത്രയൊക്കെ അവസരം ഒരുക്കി തന്ന ഒരുപാട് ഗുരുക്കന്മാരെ ഓർക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചില ഭാഷകളിൽ ഇപ്പം ചെക്കുട്ടിയോട് പറയുകയുണ്ടായി, സത്യാനന്തര കാലം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ നിലയ്ക്കൽ ഇഷ്യൂ ഉണ്ടായ ആ സംഭവം അതെങ്ങനെയൊക്കെ വഷളാകാമായിരുന്നു എന്ന് ഓർക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ എനിക്ക് മനോരമയിലെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ആദ്യത്തെ പെർമനൻറ്റ് പോസ്റ്റിംഗാണ് തരുന്നത്. പത്തനംതിട്ട ജില്ല വന്നതേ ഉള്ളൂ. അവിടുത്തെ MLA യുടെ നിർബന്ധം കൊണ്ടുണ്ടായ ഒരു ജില്ലയാണത്. അങ്ങനെ ഉണ്ടായ ജില്ലയിലേക്ക് എന്നോട് കൊടുക്കുമ്പം എഡിറ്റർ മാമൻ മാത്യു ഓർഡർ എന്ന് പറഞ്ഞു, ജോർജ് ഇങ്ങനെ പത്തനംതിട്ട ജില്ല ബ്യൂറോ ചീഫായിട്ട് വിടുകയാണ്. അവിടെ പുത്തൻകാവ് മാത്തന്തരകൻ്റെ പ്രസിൻ്റെ മുകളിൽ അവിടെയാണ് നമ്മുടെ ഓഫീസ്. അവിടെ വളരെ ഗുരുതരമായ സ്ഥിതിയുണ്ട്. നിലയ്ക്കലൊരു കുരിശ് കണ്ടു, തോമാസിലയുടെ കുരിശാന്നും പറഞ്ഞ് അവിടെ കാഞ്ഞിരപ്പള്ളിക്കാർ കുറേ പേര് കൂടിയിട്ട് ഒരു കോൺക്രീറ്റ് കുരിശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിരന്തരം പ്രശ്നമാണ്. നമുക്ക് ഏറ്റവും സർക്കുലേഷനുള്ള സ്ഥലമാണ്, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തുല്യമായിട്ടുള്ള സ്ഥലമാണ്, ഒരുപാട് ആരാധനാലയങ്ങൾ രണ്ടു കൂട്ടർക്കും ഉണ്ട്. അവിടെ ഭയങ്കര സംഘർഷമാണ്, മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ, സമുദായ വൈരമുണ്ടെന്ന്. ഞാൻ ഈ കോഴിക്കോട്ടെ ഈ മുസ്ലിങ്ങളും ഹിന്ദുക്കളും താമസിക്കും, ഞാൻ വിചാരിച്ചു ഇവിടെ പഴക്കമൊന്നുമില്ലല്ലോ. നമ്മളിതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ചെന്ന് ഞാൻ ബസ് കയറി പത്തനംതിട്ട ചെന്ന് ഇറങ്ങിയ സമയത്താണ് മനസ്സിലായി അവിടുത്തെ അതിരൂക്ഷമായ പ്രശ്നമാണ്. അതായത് കുരിശുപള്ളികളൊക്കെ, ഓർത്തഡോക്സ് സഭയാണ് കൂടുതലുള്ളത്, അവരുടെ കുരിശുപള്ളികളിലാണ് ബോംബ് വെച്ച് പൊട്ടിക്കുന്നു, അവിടെ ഭജന മന്ദിരങ്ങൾ ആക്രമിക്കുന്നു, ഏജൻറ്റുമാർ തന്നെ മനോരമയുടെ ഹൈന്ദവരായ ഏജൻറ്റുമാർ പത്രം വേണ്ടാന്ന് പറയുന്നു. അങ്ങനെ അതിരൂക്ഷമായ സംഭവം. ഒരു സ്വാമി വന്ന്, ചെങ്കോട്ടുകോണ സ്വാമി വന്ന് മനോരമയുടെ എല്ലാവരും പുലഭ്യം പറഞ്ഞ്, എൻ്റെ പേരറിയത്തില്ല, അപ്പം അവിടെ ഇരിക്കുന്നവന് എന്നെക്കുറിച്ച് തെറി പറയുന്നു. ശബരിമല റിപ്പോർട്ട് ചെയ്യണം, ശബരിമല ലേഖനാണ്, ഞാൻ പോകണം, അവിടെ മഞ്ഞിനിക്കര പോകണം, ഓർത്തഡോക്സ് സഭയുടെ കേന്ദ്രങ്ങളുണ്ട്, പരിമല പോകണം, ഇവിടെ കുമ്പനാട് ബന്ധക്കോസ്തുകാരുടെ സ്ഥലമാണ്. ഇങ്ങനെ സകല മതങ്ങൾ കൂടെ ചേർന്ന സ്ഥലത്ത് ഒരു കുരിശിൻ്റെ പേരുള്ള പ്രശ്നങ്ങൾ, പുറത്തിറങ്ങാൻ വയ്യാത്ത സ്ഥിതിയാണ്. അപ്പം ഞാനന്ന് താടി വെച്ചു, കാരണം ശബരിമല പോകണമല്ലോ. എന്നെ കണ്ട സ്വാമിയുടെ ഷേപ്പായി അന്നേരം താടി വെച്ച് നടന്നു ആ കാലത്ത്, കാരണം നമുക്കവിടെ പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ശബരിമല നോക്കി വരുന്ന ഇടയ്ക്ക് എന്നോട് അടുത്തൊരു ആൾ പറയുകയാണ്, ഞാൻ പ്ലാപ്പള്ളി വന്ന് പറയുകയാണ്, ഒരു ക്രിസ്ത്യാനെ കൊന്നിട്ട് ചത്താൽ മതി എന്ന് എന്നോട് ആൾ പറയുക. ഞാൻ പറഞ്ഞു ശരി, അവരെ കൊല്ലണമെന്ന് ഞാനും പറഞ്ഞു, കാരണം ഞാൻ സ്വാമിയാന്ന് അവർ വിചാരിച്ചിരിക്കുന്നത്. ഞാനൊരു ചെറിയ മാലയൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരു മുണ്ടൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ അത്രയ്ക്ക് രൂക്ഷമായ ആ സംഗതി പത്രത്തിൽ ഇവിടെയുള്ളവരൊന്നും അറിഞ്ഞിട്ടില്ലെന്നുള്ള രസം. ആ കുമ്മനം രാജശേഖരനൊക്കെ പ്രത്യക്ഷപ്പെടുന്നു, ആദ്യമായിട്ട് സംഭവം ഞാൻ കേൾക്കുകയാണ്. ഇങ്ങനെ എത്ര വൈരം വരുമല്ലോ എന്നുള്ളത്. അത് ഇപ്പോഴാണ് നമ്മളിവിടെ ഈ കാലത്തെ കാണുന്ന സ്ഥിതി അവിടെ അന്നുണ്ടായി എന്നുള്ളതാണ്.
പക്ഷേ അന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞു, പത്രാധിപർ കെ എം മാത്യു പറഞ്ഞു, നമുക്കൊരു വാർത്തയും കൊടുക്കണ്ട. ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട് ജോർജ്, വേണ്ട പത്രം വേണം. അപ്പം ഞാൻ ആകെപ്പാടെ അവിടെയുള്ള ഒരു സ്റ്റാഫ് ലേഖകൻ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ പാർട്ട് ടൈമേഴ്സാണുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഈ കുരിശ് സ്ഥാപിച്ചിട്ട് അവിടെ പ്രശ്നം വന്നിട്ട് അവസാനം കരുണാകരനെ കൂടി ഇടപെട്ട് അവിടെ ഒരു പ്രശ്നം കാതോലിക്ക ബാബായും ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് തിരുവനന്തപുരം തിരുമേനിയെല്ലാം അവിടെ കൂടി ചേർന്ന് ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി. ആങ്ങമ്പുഴി സ്ഥലത്ത്, വളരെ ദൂര സ്ഥലത്ത് പള്ളിക്ക് കുറേ സ്ഥലം കൊടുക്കാം, ഈ കുരിശ് പൊട്ടിച്ച് കളഞ്ഞണം, ഈ കുരിശ് പൊട്ടിച്ച് മാറ്റണം. കുരിശെന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ഡം കുരിശ്, കോൺക്രീറ്റ് കുരിശാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ അയ്യപ്പന്മാർ പോകുന്ന വഴിയിൽ അവിടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ റബ്ബർ തോട്ടത്തിൽ ആണ് ഈ കുരിശ് സ്ഥാപിച്ചത്. ആ റബ്ബർ റീപ്ലാന്റ് ചെയ്തപ്പോഴാണ് ഈ കുരിശ് കണ്ടുവെന്നാണ് പറയുന്നത്. എന്ത് കുരിശ്? ആ തോമസിയുടെ കുരിശല്ലേ അവിടെ കിടക്കുന്നത് ഇത്രയും കാലത്തിന് ശേഷം 2000. ഏതായാലും ആ കുരിശ് പൊട്ടിക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ അറിഞ്ഞ് ഈ കുരിശ് ഡൈനാമൈറ്റ് വെച്ച് പൊട്ടിക്കും. അപ്പോൾ കലക്ടർ മാത്യു കുന്നുകൾ പറഞ്ഞു, ജോർജ് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇതൊന്നും കൊടുക്കുക. ഞാനൊന്നും കൊടുക്കുകയില്ല. അപ്പോൾ ഞാൻ പോയി നീ കുരിശിങ്ങനെ ആട്ടിച്ച് പൊട്ടിച്ച് കഷ്ണമാക്കിയിട്ട് ലോറി കടത്തിക്കൊണ്ട് പോവുകയാണ്. ഇന്നാണെങ്കിൽ അതിൻ്റെ എന്തെല്ലാം വിഷ്വൽസ് വരും, ഓർക്കാൻ പറ്റും നമുക്ക്. ഒരു സംഭവം വന്നില്ല, ആ കുരിശ് പൊട്ടിച്ച് കൊണ്ടുപോയി, നിലയ്ക്കലെ പ്രശ്നം തീർന്നു. ആങ്ങമ്പുഴിയിലൊരു എക്യുമെനിക്കൽ പള്ളി എന്ന് പറഞ്ഞാൽ കാട്ടൊരു പള്ളി ഉണ്ടാക്കി വെച്ചു. ആ പള്ളിയിലൊന്നും ആരും പോകാൻ പറ്റില്ല, അവിടെ കാടാണ്. അങ്ങനെ 2 കൂട്ടരെയും സൂക്കേട് തീർന്നു. അപ്പോൾ ഈ പത്രപ്രവർത്തനത്തിൻ്റെ അക്കാലത്ത് ചെയ്ത ഒരു വലിയ മുതലാളിമാരും പത്രപ്രവർത്തകരും എല്ലാം ചെയ്ത വലിയൊരു കാര്യമാണ് ഞാൻ നിലയ്ക്കലിനെ കുറിച്ച് ഓർക്കുകയാണ്. അപ്പം അങ്ങനെയാണ് അന്നത്തെ ജേർണലിസമൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ പത്രപ്രവർത്തനം പണിത് എനിക്ക് യാതൊരു താല്പര്യമില്ല. ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ യാത്രയിൽ പറഞ്ഞു, ജോർജ് സാർ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ ഇനി തീർക്കണമല്ലോ ഈ പണി. അവരെക്കുറിച്ച് അവർക്കും ഇത് എഴുതാൻ പറ്റത്തില്ല സ്ഥിതിയിൽ അങ്ങനത്തെ കുഴച്ച് മറിച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അന്നൊക്കെ നമ്മളൊരു നാടിൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഓരോ സംഗതികൾ എഴുതുന്നത്. ഇപ്പോൾ ആനപ്പാലം എന്ന് പറഞ്ഞ സാധനം, ഞാൻ ആന കയറി ഓടിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചോദിച്ചാൽ പറഞ്ഞു, ഇത് മൈതാനിയിലേക്ക്, അവിടെ മുസ്ലിം പള്ളി മൈതാനിയിലേക്ക് പോകുന്നൊരു തോടാണ്. ഞാൻ പറഞ്ഞല്ല, ഈ തോടിനൊരു പേരുണ്ടോ? മൈതാനിയിലേക്കുള്ള തോട്. ഞാൻ പറഞ്ഞു അങ്ങനെ എഴുതാൻ പറ്റുമോ? പത്രത്തിന് ഹെഡിങ് ഇടണമല്ലോ. ആന അവിടെ ഒരു തടി ഒടിച്ചിട്ട് ആന കിടന്ന് അലറി ചിഹ്നം വിളിക്കുകയാണ് അവിടെ കിടന്നത്, ആന ആ പാലം ഒടിച്ചിട്ട്. അപ്പം ഞാൻ കുത്തിയിരുന്നപ്പോൾ ഞാൻ ആനപ്പാലം ഒടിഞ്ഞു എന്നങ്ങ് എഴുതിച്ചു. ഏതായാലും പത്രത്തിൽ വാർത്ത വന്നു. ഞാൻ കഴിഞ്ഞ 2-3-4 വർഷം മുമ്പ് അവിടെ ചെന്നപ്പോഴാണ് ഒരു ബസ് അങ്ങനെ പോകുന്നു. അതിൻ്റെ ബോർഡിൽ ഇങ്ങനെ കൽപ്പറ്റ മാനന്തവാടി വഴി ആനപ്പാലം, പുളിയാർമല, പനമരം, ആനപ്പാലമോ? അപ്പം ഞാൻ ചോദിച്ചു, ഒരാൾ വെച്ച് നോക്കുമ്പോൾ ഇതാ വലിയൊരു പാലം അവിടെ വന്നിരിക്കുന്നു, ആനപ്പാലം ജംഗ്ഷൻ അവിടെ എഴുതിയിരിക്കുന്നു, ആനപ്പാലം ജംഗ്ഷൻ. അപ്പം ചോദിച്ചു, അപ്പം പറഞ്ഞു പുരാതന കാലത്ത് ഇതാ പേരെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 40 കൊല്ലം പോയിട്ട് പേര് പുരാതന കാലമായി മാറി. അപ്പോൾ പത്രപ്രവർത്തകർക്ക് പലതും ഇവിടെ പറഞ്ഞതുപോലെ സൃഷ്ടിപരമായിട്ട് ചെയ്യാം, അപകടവും ചെയ്യാം. ഏതെങ്കിലും ഭാഗ്യത്തിൽ അന്നത്തെ കാലത്ത് അങ്ങനെ ഓരോ കാര്യങ്ങളിൽ പോകാൻ പറ്റി, ഓരോരോ സ്ഥലങ്ങൾ കാണാൻ സാധിച്ചു എന്നുള്ളത് വലിയ അനുഭവമാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നില്ല. ആ കാലത്തെ ഓർക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഈ ഗ്രന്ഥത്തിൽ അങ്ങനെ കുറേ അനുഭവങ്ങൾ മാത്രമല്ല. എൻ്റെ 1 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഈ മലയോരത്തിൽ എൻ്റെ കുടിയേറ്റക്കാരായിട്ട് വരുന്നത്. 1 വയസ്സുള്ള ഒരു കുട്ടി ആ മുഴുവൻ തെളിഞ്ഞ്. അപ്പം മലയോരത്ത് നിന്ന് വന്നിട്ടുള്ള ആദ്യത്തെ പത്രപ്രവർത്തകൻ നമ്മുടെ പ്രിയപ്പെട്ട മാത്യു സാറാണ്, PJ മാത്യു സാറാണ്. എനിക്ക് തോന്നുന്നു 2ാമത് വരുന്ന ആളായിരിക്കും ഞാൻ. അപ്പം പത്രരംഗത്തൊക്കെ വരുമ്പോൾ നമ്മൾ ഈ അനുഭവങ്ങൾ തേടിയുള്ള പോക്കുകൊണ്ടായിരിക്കാം ഞങ്ങളൊക്കെ ഈ രംഗത്ത് വരും തോന്നുന്നു. അങ്ങനെ ആ കാലത്ത് നിന്നുള്ള പുല്ലുരാമ്പാറ എന്ന് പറയുന്ന ഗ്രാമം മാറി വരുന്ന ഒരു കാലവും ഇന്ന് അത് തിരിച്ച് അത് പഴയ കാട്ടിലേക്ക് അന്ന് ഓടിച്ചു വിട്ട മൃഗങ്ങളെല്ലാം വന്ന് ഞങ്ങളുടെ സ്ഥലം കയ്യേറുന്ന ഒരു സ്ഥിതി നമ്മൾ ഇന്ന് കാണുന്നു. അത്ര വലിയൊരു ചേഞ്ചസ് വന്നിരിക്കുന്നു. അതുപോലെ ഈ തുരങ്കപാതയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അത്ഭുതകരമായി തോന്നുന്നതാണ്. അന്ന് ഞാൻ ആദ്യം എഴുതിയെന്നുള്ള ഞാനീ തുരങ്കപാത സംഗതി എഴുതിയ ഒരു അവസരം ഉണ്ടായല്ലോ എന്നോർത്ത് ഈ പാത വന്നപ്പോഴാണ് ഓർത്തത്. ചരിത്രത്തിൽ ഇതൊന്നും രേഖപ്പെടുത്തപ്പെടുന്നില്ലെന്നുള്ളതാണ്. ആ തുരങ്കപാത ഉണ്ടാകാൻ കാരണം അന്നത്തെ കുറേ വൈദികരൊക്കെയാണ്. അന്ന് സിറിയക്ക് ജോണാണ് ഇത് ആദ്യമായിട്ട് നിയമസഭയിൽ ഉന്നയിക്കുകയും ഒരു ടോക്കൺ എമൗണ്ടായിട്ട് 1970കളിൽ തന്നെ ഒരു സർവേ നടക്കുകയൊക്കെ ചെയ്തു. അതൊന്നും ഇന്ന് കാലത്ത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നില്ല. അതിപ്പോൾ ഉണ്ടായ സംഗതിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു ശ്രമമാണത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തണം. പത്രപ്രവർത്തകർക്ക് വലിയൊരു സ്ഥാനമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. വിശദമായി പറയുന്നില്ല, ഒരുപാട് സമയം കഴിഞ്ഞു. എല്ലാവരും ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം ഞാൻ പകർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.